ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും വിപണിയും എന്ന് പറഞ്ഞ ചാപ്റ്റർ പല ആളുകൾക്കും ഭയങ്കര ടഫുള്ള ചാപ്റ്ററാണ്. കാരണം എക്കണോമിക്സിലെ ഒന്നും കൂടെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് പല ആളുകളും അതിൽ കൺഫ്യൂഷൻസ് ഒക്കെ പറയുന്നത്. പക്ഷെ ഇതിലെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ആദ്യം പറയുന്ന ബേസിക് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തോണ്ടാണ്. ആ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ചാപ്റ്റർ പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈസി ആക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് ആക്ച്വലി പോയി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റിലെ വേർഡ് എന്ന് പറയുന്നത് ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായി കണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊക്കെ അറിയാവുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കിച്ചണിൽ കയറിയിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വസ്തു ആയിരിക്കും മേ ബി ടീ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും അല്ലെ? ടീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. മകളെ, ഈ ഒരു ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ ആവശ്യമുണ്ട്? യെസ്, എക്സാക്ട്ലി. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന പോലെ തന്നെ ഞാൻ ഓരോന്നായിട്ട് എഴുതാം. എന്താ, വാട്ടർ വേണം, വെള്ളം വേണം അല്ലെ? അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? പിന്നെ പാത്രങ്ങൾ വേണം അല്ലെ? പാത്രങ്ങൾ വേണം, അഥവാ യുറ്റൻസിൽസ് പാത്രങ്ങൾ വേണം. പേരൊന്നും പഠിച്ചു നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ ടീ പൗഡർ, ചായപ്പൊടി വേണ്ടേ? യെസ്. അതുപോലെ തന്നെ ഷുഗർ വേണം, പഞ്ചസാര വേണം എന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ ഇത് മിനിമം ആണ്. പിന്നെ ഗ്യാസ് സ്റ്റവ് വേണം, തീ വേണം, അങ്ങനെ ഒരുപാട് മക്കൾക്ക് കമന്റുകൾ ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ഈ ടീ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഐറ്റംസിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ടീ എന്ന് പറയുന്നത് അത് ഔട്ട്പുട്ട് ആണ്. ഇതിലെ ടീ എന്ന് പറയുന്ന ആരാണ് മക്കളപ്പോ? ടീ എന്ന് പറയുന്ന ആളാരാണ്? ഇത് ഔട്ട്പുട്ട് ആണ്. ടീ എന്ന് പറയുന്ന ആൾ ഔട്ട്പുട്ട് ആണ്. അതേസമയം ഇതെല്ലാം എന്താണ്? ഇൻപുട്ടുകളാണ്, നിവേശങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഏതൊരു വസ്തുവും പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ. ദ ഫാക്ടേഴ്സ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അഥവാ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് നിവേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ആണെങ്കിലോ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് ദ തിങ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇൻപുട്സ് അഥവാ നിവേശങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്നം. ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു പേരും കൂടെ വിളിക്കാം, പ്രൊഡക്റ്റ് എന്ന് കൂടെ വിളിക്കാവേ മക്കളെ. ഇതിന് നമുക്ക് പ്രൊഡക്റ്റ് എന്ന് കൂടെ വിളിക്കാം കേട്ടോ. അപ്പൊ ആ പ്രൊഡക്റ്റ് ആക്ച്വലി ടീ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇത്രയും ഇൻപുട്ടുകൾ, ഇത്രയും നിവേശങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കി. സോ ഒന്നാമത്തെ കാര്യം സെറ്റ്. ഇത് ചെയ്യുന്ന ഈ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിയ പ്രോസസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഒരുപാട് സാധനങ്ങൾ, വാട്ടർ, യുറ്റൻസിൽസ്, ടീ പൗഡർ, ഷുഗർ, ഇവയെല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് ടീ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഇല്ലേ? വെള്ളം നമ്മൾ അടുപ്പിന്റെ മുകളിൽ വെക്കണം, സ്റ്റൗവിന് മുകളിൽ വെക്കണം, അത് ചൂടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? തിളക്കുന്ന സമയത്ത് അതിലേക്ക് ആദ്യം എന്ത് ചെയ്യണം? തേയില പൊടി ഇടണം, എന്ന് വെച്ചാൽ ടീ പൗഡർ ഇടണം, അത് കഴിഞ്ഞിട്ട് ഷുഗർ ഇടണം, എന്നിട്ട് ഒന്ന് ഇളക്കണം. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പ്രോസസ് അഥവാ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഉൽപാദനം, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഔട്ട് ഇൻടു ഔട്ട്പുട്ട്. നിവേശങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഉൽപാദനം. 3 പോയിന്റ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മക്കളുടെ മനസ്സിലുണ്ടല്ലോ. ഇതാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അഥവാ ഉൽപാദക ധർമ്മങ്ങളാണ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ധർമ്മങ്ങൾ ആക്ച്വലി നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ മക്കളെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദക ഘടകങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓർമ്മയിലുണ്ടെങ്കിൽ ഇനി ആ ചാപ്റ്ററിന്റെ അപ്പുറത്ത് ബാക്കി ഡീറ്റെയിൽ നമുക്ക് എന്ത് പറ്റുള്ളൂ? പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ലാൻഡ് ആണ്, അഥവാ മലയാളത്തിൽ എന്ത് പറയും? ഭൂമി. രണ്ടാമത്തെ ഏതാണ് മക്കളെ? ലേബർ ആണ്. ലേബർ അഥവാ തൊഴിലാണ്, തൊഴിൽ. മൂന്നാമത്തത് ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ അഥവാ മൂലധനമാണ്, മൂലധനം. നാലാമത്തതാണ് ഓർഗനൈസേഷൻ അഥവാ സംഘാടനം. ഈ 4 നമ്മൾ മുമ്പത്തെ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ഓർമ്മയുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പിന്നീട് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞാലുള്ള ഈ കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവും. ഫാക്ടേഴ്സ് ഓഫ്
പ്രൊഡക്ഷൻ അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഉൽപാദക ധർമ്മം. ഈ ഉൽപാദക ധർമ്മം ഇങ്ങനെ അങ്ങോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. മക്കളെ മനസ്സിലാക്കി വെക്കാം, ഇതെങ്ങനെ വായിക്കാൻ മക്കളെ. Q is equal to function of n, L, K, O. എങ്ങനെ വായിച്ചേ? Q is equal to ഫംഗ്ഷൻ ഓഫ് n, L, K, O. ഇത് മലയാളം മീഡിയം മക്കളും ഇംഗ്ലീഷ് മീഡിയം മക്കളൊക്കെ ഒരുപോലെ തന്നെയാണ് എഴുതി വെക്കാം. അതിന് മക്കളെ Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് അഥവാ ഉൽപ്പന്നമാണ് Q എന്ന് പറയുന്നത്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് ആണ്, ഭൂമിയാണ്. സാറേ അതെന്താ സാറേ എന്ന് വന്ന് ശരിക്കും എല്ലല്ലേ വരേണ്ടത്? എല്ല് വരാത്തതിന് രണ്ട് കാരണങ്ങളാണത്. ഒന്ന്, ലേബറിന് നമ്മൾ എല്ലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ, ഈ ഭൂമി എന്ന് പറയുന്ന ലാൻഡ് എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ആക്ച്വലി വിളിക്കാം അതിനെ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് ടോട്ടൽ ആയിട്ട് പറയാം. നാച്ചുറൽ റിസോഴ്സസ് അഥവാ പ്രകൃതി വിഭവങ്ങൾ എല്ലാം തന്നെ ഇതിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് തൽക്കാലം നമ്മൾ എന്ന് പേര് കൊടുത്തത്. അത് കഴിഞ്ഞാൽ എല്ല്, പിന്നെ ലേബർ ആണ്, തൊഴിലാണ്. ക്യാപിറ്റലിന് നമ്മൾ എഴുതൽ എങ്ങനെയാ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ CAPITAL ആണ്. പക്ഷെ ഇവിടെ കൊടുത്ത സിമ്പിൾ ഏതാണ്? K ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്സിലെ വലിയ ടേംസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കൺസംഷൻ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ മക്കളെ. ഈ കൺസംഷൻ എന്നതിന് C ആണ് ആക്ച്വലി എക്കണോമിക്സിൽ ഉപയോഗിക്കുക. അപ്പൊ രണ്ടിടത്ത് C ഉപയോഗിച്ച ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ, നമ്മുടെ ജപ്പാനീസ് ലാംഗ്വേജിൽ ക്യാപിറ്റൽ എന്ന് എഴുതൽ ഇങ്ങനെയാണ് ആക്ച്വലി ക്യാപിറ്റൽ എന്ന് ഊര് എഴുതാറുള്ളത്. അപ്പൊ ഇവിടെ ഏതാക്ഷരം? K ആണ്. അതുകൊണ്ടാണ് അവിടെ K എന്ന് എഴുതിയത്. പിന്നെ ഓർഗനൈസേഷന്റെ ഓയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതോ ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? Q is equal to function of n, L, K, O എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ അറിയോ? ഒരു വസ്തു ഉണ്ടാക്കാൻ ഈ 4 സാധനങ്ങൾ നിർബന്ധമാണ്. ലാൻഡ്, ഭൂമി വേണം, ലേബർ, തൊഴിൽ വേണം, ക്യാപിറ്റൽ മൂലധനം വേണം, 4 ഓർഗനൈസേഷൻ സംഘടന വേണം. അതിനെന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ അളവ് കൂടണമെങ്കിൽ ഈ സാധനങ്ങളുടെ അളവ് കൂടണം അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് ആലോചിക്കാം. നമ്മളിത് Q എന്നെടുത്ത് നമ്മൾ വിചാരിക്കണേ ഒരു കമ്പനി ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് 3 കാറാന്ന് വിചാരിക്കാം. ഈ 3 കാർ ഉണ്ടാക്കാൻ ഇവർക്ക് വേണ്ടത് 1 ഏക്കർ സ്ഥലം, ഒരു 5 തൊഴിലാളികള്, ഒരു എന്ത് ചെയ്യുന്നു നമ്മുടെ മൂലധനമാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ മൂലധനം വേണം. സംഘടന നോക്കി നടത്താൻ 2 പേര് വേണം. ഇതേ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഒരു മാസം കൊണ്ട് ഈ 3 കാർ ഉണ്ടാക്കുന്നതിന് പകരം ഈ 30 കാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 30 കാർ ഉണ്ടാക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഈ സൗകര്യങ്ങൾ എല്ലാത്തിന്റെ അളവ് കൂട്ടണ്ടേ? ഏതൊക്കെ സാധനങ്ങളുടെ അളവ് കൂട്ടണം? ലാൻഡിന്റെ കൂട്ടണം, ലേബറിന്റെ കൂട്ടണം, ക്യാപിറ്റലിന്റെ കൂട്ടണം, ഓർഗനൈസേഷന് കൂട്ടണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപാദക ധർമ്മമായിട്ട് ആക്ച്വലി നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? Q is equal to function of n, L, K, O. അപ്പൊ എന്ത് ചെയ്യാണ്? അവിടെ നമുക്ക് എന്ത് ചെയ്യും? സെറ്റ് ആവും. ഈ n, L, K, O എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ് ആട്ടോ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മക്കളെ. നമ്മൾ ഇൻപുട്സ് നിവേശങ്ങൾ പറഞ്ഞില്ലേ? നിവേശങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഫിക്സ്ഡ് ഇൻപുട്സും 2 വേരിയബിൾ ഇൻപുട്സും. സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ഹോട്ടൽ തുടങ്ങി. ഒരു ഹോട്ടൽ, ഇങ്ങനത്തെ ഒരു ഹോട്ടൽ തുടങ്ങിയതാണ്. ഈ ഹോട്ടൽ ഫസ്റ്റ് തുടങ്ങിയ ദിവസം തന്നെ ഭയങ്കര കച്ചവടം, ഭയങ്കര തിരക്ക്. 2ാമത്തെ ദിവസം നോക്കിയപ്പോ അതേപോലെ തന്നെ ഭയങ്കര കച്ചവടം കണ്ട് മുതലാളി നേരെ വന്ന് ഒരു JCB എടുത്തിട്ട് ഈ ഹോട്ടൽ എല്ലാം കൂടെ അങ്ങോട്ട് പൊളിച്ചിട്ട് പിറ്റത്തെ ദിവസം തന്നെ ഇങ്ങനെ ഹോട്ടലാക്കിയിട്ട് മാറ്റിയോ? ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? മുതലാളി 2ാമത്തെ ദിവസം ഇതേ കച്ചവടം ഉണ്ടെങ്കിൽ അവിടുത്തെ ലേബേഴ്സിനെ, പണിക്കാരെ എണ്ണം കുറച്ചൊന്നും അങ്ങോട്ട് കൂട്ടും. അവിടെ സാധാരണ 2 പണിക്കാരാണെന്നുണ്ടെങ്കിൽ അന്ന് എന്ത് ചെയ്യും? 4 പണിക്കാരെ വിളിക്കും. കാരണം നല്ല കച്ചവടം ഉണ്ടല്ലോ. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ അവിടെ എന്താണ് ഒരു 5 കിലോ ആണ് അരി വാങ്ങാറുള്ളത്. 5 കിലോ നമ്മൾ എന്താണ് പൊടി വാങ്ങാറുള്ളത് വിചാരിക്കുക. അരിപ്പൊടിയോ മറ്റു സാധനങ്ങളോ 5 കിലോ വാങ്ങാറുള്ളത്. അത് കച്ചവടം കൂടാൻ തന്നെ 10 കിലോ ആക്കിയിട്ട് മാറ്റും. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? പെട്ടെന്ന് എല്ലാ സാധനങ്ങളും മാറ്റുന്നില്ല. പെട്ടെന്ന് മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ലേബറിനെ മാറ്റി, 2 ക്യാപിറ്റലിനെ മാറ്റി അല്ലെ? പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ത്? ലേബർ, ക്യാപിറ്റൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് അസ്ഥിര നിവേശം, വേരിയബിൾ ഇൻപുട്സ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുന്നത് അസ്ഥിര നിവേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അതിൽ പെട്ടത് ലേബറും ക്യാപിറ്റലും, തൊഴിലും മൂലധനമാണ്. അതേസമയം ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം കൊണ്ട് തന്നെ JCB വിളിച്ചിട്ട് എല്ലാം കൂടെ പൊളിച്ചിട്ടെത്തിയല്ല, വലിയൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സാവധാനേ മാറ്റുള്ളൂ. അതൊന്നും പെട്ടെന്ന് മാറ്റൂല. സോ അങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സ്ഡ് ഇൻപുട്സ്, സ്ഥിര നിവേശം എന്ന് പറയും. അത് ലാൻഡ്, ഓർഗനൈസേഷൻ, ഭൂമി, സംഘാടനം എന്നുള്ളവയാണ്. അഥവാ ഇൻപുട്സ് വിച്ച് cannot be changed, നടക്കാൻ സാധിക്കൂല, cannot be changed in a short period of time. ഒരു ചെറിയ സമയത്തിനുള്ളിൽ മാറ്റാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ അസ്ഥിര നിവേശം അഥവാ സ്ഥിര നിവേശം, ഫിക്സ്ഡ് ഇൻപുട്സ് എന്നും, അതേസമയം ചെറിയ ടൈം പീരീഡിനുള്ളിൽ which can be changed in a short period of time, ഒരു ചെറിയ സമയത്തിനുള്ളിൽ മാറ്റാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അസ്ഥിര നിവേശം എന്ന് വിളിക്കുന്നു. സോ ഇതാണ് ഈ
ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്, ഇക്വിലിബ്രിയം പോയിന്റ് ഒക്കെ പഠിക്കാണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പോയിന്റ്സുകൾ നിങ്ങളുടെ മക്കളുടെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് സോ ക്ലിയർ ആണെങ്കിൽ തൊട്ട് താഴെ ക്ലിയർ എന്ന് കമന്റ് ഇട്ടോ. സോ ടാറ്റാ ബൈ.